കണ്ണൂരിൽ നിന്നും ശ്രീ പ്രേമരാജൻ, ഇപ്പോൾ നേരത്തെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എൻ്റെ കാറിൽ ഞാനും പ്രമീളയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റാരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ ദൃശ്യങ്ങൾ ഇടയ്ക്ക് പുറത്തു വന്നു. ഇപ്പോൾ ഈ പണം കൊടുത്തതിന് ശേഷം ശോഭാ സുരേന്ദ്രൻ്റെ കാറിൽ ഉണ്ടായിരുന്ന ആ സ്ത്രീയും ശോഭാ സുരേന്ദ്രനെയുമായി നേരത്തെ അവർ ഒരുമിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വരുന്നു. അപ്പോൾ ഒരു കള്ളം കൂടി പൊളിയുകയാണ്. ഹലോ, പറഞ്ഞോളൂ. കിരണേ, പറഞ്ഞോളൂ. പിന്നെ ഒരു സംശയം നമ്മള് അറിയുന്നില്ല, ഇത് ഏത് ചാനലാണോ പുറത്തു വിടുന്നത്? ബസ്സില് കേട്ടില്ല. ഇത് ഏത് ചാനലാ ബസ് പുറത്തു വിടുന്നത്? ഇത് പ്രധാനപ്പെട്ട ചാനലുകളെല്ലാം ഏറെക്കുറെ ഒരേ സമയത്താണ്. ഇത് ദൃശ്യങ്ങൾ പകർത്തിയത് കോൺഗ്രസ്സുകാരാണ്. ആ ദൃശ്യം പകർത്തിയ പേര് ഞാൻ പറഞ്ഞ അയാളുടെ ബൈറ്റും ഒക്കെ വരുന്നുണ്ട്. അവര് ഏറെക്കുറെ ചാനലുകൾക്കെല്ലാം കോൺഗ്രസ്സുകാർ പകർത്തിയ ദൃശ്യങ്ങൾ അവർ എല്ലാ ചാനലുകൾക്കും ഒരേപോലെയാണ് നല്ലത്. അതായത് ഒരു സംശയമാണ്, ഇപ്പം സ്ത്രീയും പ്രായമുള്ള സ്ത്രീയും പിടിച്ചിട്ട് പോകുന്നത് വീഡിയോ എടുക്കുന്നത്. ശോഭാ സുരേന്ദ്രന്റെ കാറിലിരിക്കുന്ന ലേഡീന്റെ ഫോട്ടോ കൊടുക്കുന്നത്, അത് എന്തുകൊണ്ട് അത് വീഡിയോ ആക്കിയില്ല? ശോഭാ സുരേന്ദ്രന്റെ കാറിലിരിക്കുന്ന സ്ത്രീയുടെ ഫോട്ടോ കാണിക്കുന്നത്. പറയാം പ്രേമരാജൻ, വളരെ കൃത്യമായി പറയാം. ഈ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ താണ്ട കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. കാറിൽ നിന്ന് ഈ ശോഭാ സുരേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം പുറത്തു വന്ന് നിൽക്കുമ്പോൾ ഒരു സ്ത്രീ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നത് താങ്കൾ കാണാമല്ലോ ദൃശ്യത്തിന്റെ ഇടത് ഭാഗത്ത്. അവരോട് എന്തോ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ട് അകത്തേക്കായിരുന്നല്ലോ. അങ്ങനെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന്റെ ദൃശ്യങ്ങൾ മാത്രമാണ് ആ സ്ത്രീയുടെ നമുക്ക് കിട്ടിയത്. ആ ദൃശ്യങ്ങൾ വന്ന ഭാഗം കൃത്യമായി സ്ക്രീൻഷോട്ട് എടുത്ത് ആ സ്ക്രീൻഷോട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ചില അവർ ഇതാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആ പ്രമീള അവിടെ നിൽപ്പുണ്ട്, ശോഭാ സുരേന്ദ്രൻ അവിടെ നിൽപ്പുണ്ട്, മൂന്നാമത് ഒരു സ്ത്രീ കൂടി ആ കാറിൽ ഉണ്ടായിരുന്നു. അതെ, ആ പിടിക്കുന്ന വീഡിയോക്കാരൻ എന്തുകൊണ്ട് അടുത്ത് വീഡിയോ എടുത്തു? അവരെ കാർ അടച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ വിശദമായ വിവരങ്ങൾ കിട്ടുന്നില്ലല്ലോ. അവർ ഈ കാറിൽ നിന്നല്ലേ വീഡിയോ എടുക്കുന്നത്? കാണിക്കുന്ന ഫോട്ടോ ഇപ്പം വീഡിയോ കാണിച്ച സ്ത്രീന്റെ മുഖം കാണിക്കുന്നില്ല. ശ്രീ പ്രേമരാജൻ, ഞാൻ പറഞ്ഞുകൂടി കേൾക്കൂ. ശോഭാ സുരേന്ദ്രൻ ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ ആ കാറിൽ പുറയിലത്തെ സീറ്റിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. അവർ ആ കാറിൽ ഒരു മൊബൈലുമായി പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു. അതാണ്ട് ഈ സ്ത്രീയാണ്. ഇവരെ പെട്ടെന്ന് തന്നെ ശോഭാ സുരേന്ദ്രൻ ഈ ഡോർ അടയ്ക്കുന്നു. ഡോർ അടച്ച ശേഷം അവരോട് എന്തോ പറഞ്ഞ ശേഷം ഡോർ അടയ്ക്കുന്നു. അത്രയും ഒരു ചെറിയ വിഷ്വൽ മാത്രമേ അവരുടേത് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കാറിൽ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നത് ഉറപ്പാണ്. ഇപ്പോൾ ബോധ്യപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. ബോധ്യപ്പെട്ട് ഈ ഇറങ്ങുന്ന ആ ചെറിയ സെക്കൻഡ് കാണിക്കുന്നത് അത്രേ ഉള്ളൂ. അത്രേ ദൃശ്യങ്ങളുള്ളൂ. അപ്പോഴത്തേക്ക് കട്ടാക്കാൻ പാടില്ലല്ലോ. പിന്നെ ആ സ്ത്രീ ഈ എടുക്കുന്ന കോൺഗ്രസ്സുകാരന് ആ സ്ത്രീ മുന്നോട്ട് പോകുമ്പോ മുന്നോട്ട് പോയിട്ട് അവരെ പൈസ അടച്ചെടുക്കാലോ ഫോട്ടോ. അത് അവരുടെ മുന്നോട്ട് പോയി അവർ കാറിനകത്ത് കയറിയതാണോ? ഇനിയിപ്പോൾ BJP പ്രവർത്തകർ 4-5 കാറ് കിടപ്പുണ്ട്. ആ കാറിൽ BJP പ്രവർത്തകരൊക്കെ ഉണ്ട്. അതിനിടയിൽ പോയി നിന്ന് ഒരാൾ രഹസ്യമായി വിഷ്വൽ എടുക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? പിന്നെ ഈ ബാക്കിൽ തന്നെ ആള് പോകുമ്പോ അതിന്റെ സംവിധാനത്തിലേ അവർ പോവാ. ചെക്ക് ചെയ്യാൻ നമ്മളിപ്പം പോകുമ്പോ ഒരു സ്ഥാനാർത്ഥി പോകുമ്പോ പൈസ കൊടുക്കുന്നുണ്ടോ ചെക്ക് ചെയ്യുമ്പോ നമ്മളെ കാറിലും ആളുണ്ടാവില്ലേ? ഒരു മിനിറ്റ് ശ്രീ പ്രേമരാജൻ, ഈ ദൃശ്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത ദിനേശ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിനേശ്, പ്രധാനപ്പെട്ട പല സംശയങ്ങളും ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. ഈ പണം കൊടുത്ത സ്ത്രീ തന്നെ ആണോ ഈ കാറിൽ ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ പണം കൊടുത്ത സ്ത്രീയുടെ മുഖം ദൃശ്യങ്ങൾ എടുക്കാതിരുന്നത്? യഥാർത്ഥത്തിൽ എങ്ങനെയായിരുന്നു ഈ സംഭവം ഉണ്ടായതെന്ന് പറയൂ. നമ്മളൊരു കളവ് ഷൂട്ട് ചെയ്യുന്നതിന് പരിമിതി ഉണ്ട്. ഇത് കളവാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ. നമ്മുടെ വാഹനം ബ്ലോക്ക് ആവുന്നു, സ്ഥാനാർത്ഥിയും ഈ പണം കൊടുത്ത സ്ത്രീയും കൂടി പോകുന്നു. സംസാരിച്ചതിന് ശേഷം സ്ഥാനാർത്ഥി അവിടെ നിന്ന് ഇറങ്ങുന്നു. ഈ പണം കൊടുത്ത സ്ത്രീ സ്ഥാനാർത്ഥിയുടെ വാഹനത്തിൽ പോയി ചുരിദാറിന്റെ ഷാള് മറച്ച് കൈ മറച്ചുകൊണ്ട് ഈ അമ്മച്ചിയെ കാണാൻ പോകുന്നു. അപ്പൊ നമുക്ക് ആ ഘട്ടം നമുക്കൊരു സംശയം തോന്നിയിട്ട് ക്യാമറ ഓൺ ചെയ്ത് ഈ ചിത്രങ്ങൾ പകർത്തിയപ്പോ കയ്യിൽ എന്തോ കൊടുക്കുന്നു. അപ്പൊ ഇതിലൂടെ കാണുന്നില്ല. അടുത്ത് പോയി അവരെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഈ അമ്മച്ചിയുടെ കൈ തുറന്നു നോക്കുമ്പോൾ അത് പണമായെന്ന് അറിയുന്നത്. അവരോട് നമ്മൾ വാൺ ചെയ്തു, നിങ്ങൾ വീടുകളിൽ വോട്ട് ചോദിക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ പണം കൊടുക്കുന്നത് ശരിയല്ല എന്ന കാര്യം പറഞ്ഞു. ഇത് വാഹനത്തിലിരിക്കുന്ന സ്ഥാനാർത്ഥി കാണുകയും അവിടെ വീടുകൾ ഉള്ളത് കൊണ്ട് അവിടെ നിന്നൊന്നും സംസാരിക്കാതെ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് ഇവരുടെ പുറകിൽ പോകുമായിരുന്നു ഞങ്ങളുടെ വാഹനം തടഞ്ഞു നിർത്തി. ഞങ്ങൾ വരുന്നവരെ കാത്തിരുന്നു. അപ്പൊ ഒരുമിച്ച് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അതിന് സൗകര്യപ്പെട്ട സ്ഥലത്ത് വെച്ച് തടഞ്ഞു നിർത്തി ഈ മൊബൈല് പിടിച്ചെടുക്കുന്നതിനും ചിത്രീകരിച്ച ഞങ്ങളെ മർദ്ദിക്കുവാനും അസഭ്യം പറയാനും ഉൾപ്പെടുകയാണ് ചെയ്തത്. ആ സംഭാഷണം മുഴുവൻ അവരുടെയിലുണ്ട്, ഞങ്ങളുടെയിലുണ്ട്. അതിൽ സഭ്യതരമല്ലാത്ത ഒരു വാചകം പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ പറഞ്ഞത് മുഴുവൻ ഭീഷണിയുടെ സ്വരത്തിലുള്ള വാചകങ്ങളാണ് പറഞ്ഞത്. അവരെ നിങ്ങൾ അശ്ലീലാംഗ്യം കാണിച്ചു എന്നാണ് പരാതി പറഞ്ഞത്. അങ്ങനെ ഒരു കാണിക്കേണ്ട ക്യാരക്ടറുള്ള ആരുമില്ല. ഞങ്ങളെല്ലാവരും പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി
ഉള്ള ആളുകളാണ്. ഇവർക്ക് ഈ വീഡിയോ ഞങ്ങളുടെ കൈവശം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം പുറത്തിറങ്ങി വന്നതാണ്. ആ പുറത്തിറങ്ങി വന്നതിനുള്ള ന്യായീകരണം പറച്ചിലാണ് അവർക്കെതിരെ അശ്ലീലം പറഞ്ഞു വന്നത്. ഇവരെ നിങ്ങളെ ഇടയ്ക്ക് മൊബൈൽ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചിരുന്നോ? അത് ശ്രമിച്ചിരുന്നു. ഈ കാറിൽ എത്ര പേരുണ്ടായിരുന്നു? ശോഭാ സുരേന്ദ്രന്റെ കാറിൽ ശോഭാ സുരേന്ദ്രൻ 4 വാഹനങ്ങളിലായിട്ടാണ്. അത് തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണ്. അവരുടെ കാറിൽ ഇവരുടെ സ്ഥാനാർത്ഥിയുടെ ചിത്രവും വിജയിപ്പിക്കുമെന്നുള്ള അഭ്യർത്ഥനയും ആ കാറിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു. അത് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുള്ളത്. വിനീഷ് എന്താ ചെയ്യുക? അവിടെ കോൺഗ്രസിന്റെ പ്രവർത്തകനാണോ? UDF പഞ്ചായത്ത് കൺവീനറാണ്. മുൻ മെമ്പർ ആയിരുന്നു. എന്റെ വാർഡിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. വിനീഷിനാണോ ഈ വാർഡിലെ ഇപ്പോഴത്തെ മെമ്പർ? മുൻ മെമ്പറായിരുന്നു. മുൻ മെമ്പറായിരുന്നു. അതെ. ഓക്കെ. നിങ്ങൾ അങ്ങനെ സംശയം തോന്നിയാണ് നിങ്ങൾ ഈ ദൃശ്യങ്ങൾ എടുത്തത്? അതും ആയിരുന്നില്ല. ഞങ്ങൾ വാഹനം ഇവരുടെ 4-5 വാഹനങ്ങളുടെ പിറകിലായിരുന്നപ്പോ ആ ബ്ലോക്കിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ ഇവര് ഈ തിരിച്ച് വീണ്ടും ഒരു സ്ത്രീയുടെ അടുത്തേക്ക് 2ാം തവണ വോട്ട് അഭ്യർത്ഥിച്ച ശേഷം വീണ്ടും പോകുന്നത് കണ്ടപ്പോൾ സംശയം തോന്നിയിട്ടാണ് ഇത് ചിത്രീകരിച്ചത്. അപ്പോഴാണ് ഈ പണം കൊടുക്കുന്നത് കാണുന്നത്. ഈ പണം കൊടുത്ത എന്ന് പറയപ്പെടുന്ന സ്ത്രീ അവര് പാലക്കാടുകാരിയാണോ? നിങ്ങൾ ഷിമി സജീവ് അവര് പറഞ്ഞത്, ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് അവരാരാണെന്ന് പോലും അറിയില്ല എന്നാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ശോഭാ സുരേന്ദ്രൻ കൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുണ്ട്. കണ്ണാടിയിൽ വന്ന കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വന്ന പരിപാടിയിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നലത്തെ അവരുടെ കൊട്ടിക്കലാശത്തിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ അവരുടെ ഈ വാഹനത്തിലുണ്ട്. ആ വാഹനത്തിലുള്ളത് പത്രക്കാർ കാണിച്ചു കൊടുത്തിട്ടുണ്ടായി. എവിടെ സ്ത്രീയാണെന്ന് അറിയുമോ? ട്രിവാൻഡ്രം സ്വദേശിയാണ്. മുംബൈയിലും സെറ്റിലാണത്. ട്രിവാൻഡ്രം സ്വദേശിയാണ്, മുംബൈയിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണല്ലേ? അതെ, മുംബൈ മലയാണ്. നിങ്ങളുടെ ഈ രണ്ടാമത് പോയി ശോഭാ സുരേന്ദ്രനെ തടഞ്ഞു നിർത്തിയപ്പോൾ നിങ്ങളുടെ മൊബൈൽ അവർ പിടിച്ചെടുത്തിരുന്നെങ്കിൽ പിന്നെ നിങ്ങളുടെ എല്ലാ തെളിവുകളും നഷ്ടമായില്ലായിരുന്നു? അല്ല, അങ്ങനെ തടഞ്ഞു നിർത്തി പോവേണ്ട കാര്യമില്ലല്ലോ. ശരി, ഓക്കെ. എന്തായാലും നിങ്ങൾ ഈ സ്ത്രീയുടെ കൈ പിടിച്ച് പൈസ കയ്യിലിരിക്കുന്നത് ചിത്രീകരിക്കുന്നത് ഈ പണം കൊടുത്ത സ്ത്രീ കണ്ടിരുന്നോ? അവരെ മുൻപിൽ വെച്ചിട്ടാണ്, അവരവിടെ നിർത്തിയിട്ടാണ് ഞങ്ങളത് ചെയ്തത്. ഇത് നിങ്ങൾ എന്താ കൊടുത്തത്, നിങ്ങൾ പണം കൊടുത്തോ ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പൊ 1 മിനിറ്റ് നിൽക്കൂ, അവരെ കൈ തുറന്ന് കാണിച്ചു തരട്ടെ എന്നിട്ട് അങ്ങനെ അവരെ നിർത്തി. അങ്ങനെയാണ് അവര് പുറത്തേക്ക് അറിയുന്നത്. ശരി, ഓക്കെ. എന്തായാലും വിനേഷാണ്, കണ്ണാടിയിൽ നിന്നുള്ള വിനേഷാണ് ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിയത്. നന്ദി വിനേഷ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ അജയ്കുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയ്കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു കേരളത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തെറ്റായ പ്രവണത കൂടിയല്ലേ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ? ഈ കേരളത്തിൽ ആദ്യമായിട്ടാണ് എന്നുള്ളത് ആദ്യം മറന്നേക്കുക. കേരളത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അതിനൊന്നും തെളിവ് തരാൻ എൻ്റെ കയ്യിലില്ല. പക്ഷേ നിങ്ങൾക്കും നമ്മൾക്കും എല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ സാക്ഷരത കേരളത്തിലും ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. ശോഭാ സുരേന്ദ്രൻ പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കണം. തെളിയിച്ച് 1 വർഷത്തെ ശിക്ഷ അല്ലെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കുക, ഇങ്ങനെ ഒരുപാട് ശിക്ഷകളുണ്ട്. ഇതെല്ലാം അവർക്ക് മേടിച്ചു കൊടുക്കണം. ഉറപ്പായിട്ടും കേരളം ഭരിക്കുന്നത് LDF സർക്കാരാണ്. അതിനൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത്. ഇനി നിങ്ങളുടെ ദൃശ്യം, നിങ്ങൾ കാണിക്കുന്ന ദൃശ്യവും ആ ദൃശ്യം എടുത്ത വ്യക്തി ഇപ്പോൾ നമ്മളോട് പറഞ്ഞതും കേൾക്കുമ്പോൾ ഏതാണ്ട് മോരും മുതിരയും പോലുള്ള തെളിവുകളാണ് അദ്ദേഹം പറയുന്നത്. ഇനി അതെടുത്തു വെച്ച് വ്യാഖ്യാനിക്കാൻ ഞാനൊരു പോലീസ് ബുദ്ധി ഒന്നുള്ള ആളല്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.